ലോകത്തെമ്പാടുമുള്ള വിദ്യാഭ്യാസ സങ്കല്പങ്ങൾക്ക് ഏറെ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും വളരെ വേഗത്തിൽ ആ മാറ്റത്തിന് ചുവടുപിടിച്ചുകൊണ്ട് തന്നെ ഒരു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ക്വാളിറ്റേറ്റീവ് ട്രാൻസ്ഫോർമേഷൻ എന്ന ഒരു വലിയ ചുവടുവയ്പ്പിലേക്ക് കേരളം മുന്നോട്ട് പോവുകയാണ്. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതികളിലൂടെയും അതുപോലെ തന്നെ കേരളത്തിൽ അടിസ്ഥാന സൗകര്യമില്ലാത്ത സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യ വികസനവും അതുപോലെ തന്നെ കുട്ടികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായം നൽകുന്നതിൽ ഈ ഗവൺമെൻറ് വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ എൻ്റെ വിദ്യാർത്ഥി ജീവിതം ഒരു വിദ്യാഭ്യാസ സംഘടനാ പ്രവർത്തകനായി കടന്നു വന്ന വേളയിലെല്ലാം വിദ്യാർത്ഥികളുടെ നിരവധി പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിന് പല അവസരങ്ങളിലും ഇടപെടാനും സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെ എന്താണ് പുതിയ തലമുറ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ആഗ്രഹിക്കുന്നത്, എന്താണ് ഗവൺമെൻറ്റുകളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ഒരു വലിയ പരിധിവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ, ഭൗതിക സാഹചര്യം ഒരുക്കുന്ന കാര്യത്തിൽ, പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നമ്മുടെ ക്ലാസ് മുറികളിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലെല്ലാം വളരെയധികം ശ്രദ്ധ ചെലുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പല ഏറ്റവും ശോചനീയാവസ്ഥയുള്ള സ്കൂളുകളിൽ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണെങ്കിലും അവിടുത്തെ സ്മാർട്ട് ക്ലാസ് റൂംസ് ആണെങ്കിലും അവിടുത്തെ സാനിറ്റേഷൻ ഫെസിലിറ്റിക്ക് വേണ്ട സൗകര്യങ്ങളാണെങ്കിലും എല്ലാം ഒരു വലിയ പരിധിവരെ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ മാറ്റമായി ഞാൻ കാണുകയാണ്. We have a closed system of education. ആ ക്ലോസ് സിസ്റ്റത്തിൽ നിന്ന് ഒരു ഓപ്പൺ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിലേക്ക് ഉള്ള ഒരു ട്രാൻസിഷനാണ് ഈ കാലയളവിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. വിദേശ വിദ്യാഭ്യാസ സങ്കല്പങ്ങളും സർവകലാശാലകളും അന്യസംസ്ഥാനങ്ങളിലുമെല്ലാം ഒരു ക്വാളിറ്റേറ്റീവ് ട്രാൻസ്ഫോർമേഷനിലൂടെ ലോകം മുന്നോട്ട് പോവുകയാണ്. എറണാകുളം നിയോജകമണ്ഡലം എന്ന് പറയുന്നത് കൊച്ചി നഗരസഭയുടെ പ്രധാനപ്പെട്ട മേഖലയും ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്തും ഉൾക്കൊള്ളുന്നതാണ്. ഈ പരിധികളിലെല്ലാം തന്നെ ഉള്ള സ്കൂളുകളിൽ പരമാവധി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രയോജനകരമായ നിലപാട് സ്വീകരിക്കാനും അവർക്ക് കമ്പ്യൂട്ടർ അടക്കമുള്ള സ്മാർട്ട് ക്ലാസ് റൂം അടക്കമുള്ള അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളടക്കം നൽകാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ അവർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും 4ാം വർഷം MLA അവാർഡ് നടത്തുമ്പോഴും പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രോത്സാഹനം, അവർക്ക് ഒരു പുതിയ ചുവടുവെപ്പ് അവരുടെ ജീവിതത്തിലേക്ക് അവർ എടുത്തു വയ്ക്കുമ്പോൾ അവർക്ക് അതിന് വേണ്ടുന്ന ധൈര്യം പകരാനും ഈ ഒരു കോമ്പറ്റീറ്റീവ് സെക്ടറിൽ ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം അത് ലക്ഷ്യം വെച്ചുകൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓട്ടോണമി എന്ന് പറയുന്നത് ടോട്ടൽ അക്കാഡമിക് ഫ്രീഡം ഒരു കലാലയത്തിന് നൽകുന്ന ഒരു പ്രക്രിയയാണ്. അതിന് എറണാകുളം ജില്ലയിലെ കേരളത്തിലെമ്പാടും 9 കലാലയങ്ങൾക്ക് ആ പദവി നൽകുമ്പോൾ എറണാകുളം നിയോജകമണ്ഡലത്തിലെ 3 കലാലയങ്ങൾക്ക് ആ പദവി ലഭിച്ചു എന്നുള്ളത് എത്രത്തോളം മികവിൻ്റെ കേന്ദ്രങ്ങളായി ഈ കലാലയങ്ങളെ ഗവൺമെൻറ് നോക്കിക്കാണുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. രണ്ടായിരത്തിൽ തുടങ്ങിയ ഹയർ സെക്കൻഡറി ബാച്ച് കോഴ്സുകൾ തുടങ്ങിയ സ്കൂളിൽ ക്ലാസ് റൂമുകൾക്ക് ധാരാളം പരിമിതികളുണ്ടായിരുന്നു. MLA ഹൈബി ഈഡൻ്റെ
ശ്രമഫലമായിട്ട് നമുക്ക് പുതിയതായിട്ട് ഹയർ സെക്കൻഡറിക്ക് ഒരു ഓഫീസ് റൂമും കൂടെ ഉൾപ്പെടുത്തി 8ഓളം ക്ലാസ് റൂമുകളും വീണ്ടും അതിനോട് ചേർന്ന് ഇനിയും റൂമുകൾ തരാമെന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം സമ്മതിച്ചിട്ടുമുണ്ട്. അത് എളമക്കര ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സൗകര്യം തന്നെയാണ് അദ്ദേഹം ചെയ്തു തന്നിരിക്കുന്നത്. ഇതിനോട് കൂടെ ചേർത്ത് തന്നെ നമുക്ക് നല്ലൊരു സ്മാർട്ട് ക്ലാസ് റൂം അനുവദിച്ചിട്ടുണ്ട്. ഈ സ്മാർട്ട് ക്ലാസ് റൂമിൽ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ അതിന് IQ ബോർഡും ലാംഗ്വേജ് ലാബും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂമാണ് അനുവദിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഹൈസ്കൂളിനോട് തൊട്ട് ഒരു UP സ്കൂളും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട MLA ഹൈബി ഈഡൻ ധാരാളം കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ UP സ്കൂളിൽ ശരിയായ ഒരു ഭക്ഷണമുറി ഉണ്ടായിരുന്നില്ല. അത് ഈ 2 മാസത്തിന് മുമ്പിൽ അതിനു വേണ്ട ഫണ്ട് MLA ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് MLA ഫണ്ടിൽ നിന്ന് തന്നെ ഒരു സ്മാർട്ട് റൂം ശരിയാക്കുന്നതിന് വേണ്ടി LCD പ്രൊജക്ടറും ലാപ്ടോപ്പും നൽകി. ഇതിനോടെല്ലാം ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ ഇനിയും ഞങ്ങൾക്ക് ശുചിമുറികൾ ആവശ്യത്തിനില്ലാത്തതുകൊണ്ട് അതിനു വേണ്ട സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനോടുകൂടി ഷിപ്പ് യാർഡിൽ നിന്ന് ഞങ്ങൾക്ക് ശുചിമുറി ഉണ്ടാക്കി തരുന്നതിന് വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് പ്രിൻസി, ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുകയാണ്. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി എന്ന സ്ഥലത്തു നിന്നാണ്. ഞങ്ങളിവിടെ ഫസ്റ്റ് വരുന്ന സമയത്ത് ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ലായിരുന്നു. സോ വന്നപ്പോൾ തന്നെ 2-3 പ്രൈവറ്റ് ഹോസ്റ്റലായിരുന്നു നിന്നത്. അതിനുശേഷമാണ് ഇവിടെ ഗവൺമെൻറ് ഹോസ്റ്റൽ വന്നത്. നമ്മുടെ ഇവിടുത്തെ എറണാകുളം MLA ആയ IB ചേട്ടൻ്റെ സംഭാവനയോടെയാണ് ഈ ഒരു ഹോസ്റ്റൽ വന്നത്. അതിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ വിദ്യാലയത്തിൽ മതിയായ ടോയ്ലറ്റുകളുടെ എണ്ണം തികയാതെ വന്നപ്പോൾ PTA കൂടി ടോയ്ലറ്റ് പുനർനിർമ്മിക്കണം, വേറെ 2-3 നിർമ്മിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഹൈബി ഈഡൻ MLAയുടെ പദ്ധതി പ്രകാരം ടോയ്ലറ്റ് അനുവദിച്ച് തരാമെന്ന് ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി. വളരെ നല്ല രീതിയിൽ തന്നെ എത്രയും പെട്ടെന്ന് അതുണ്ടാക്കി തരുവാനായിട്ട് അതിൻ്റെ അധികാരികൾ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ പണി ഏതാണ്ട് പകുതി ആയി. നമ്മുടെ സ്കൂളിനോട് പ്രത്യേകമായ താല്പര്യം, അത് പ്രധാനമായും ഗവൺമെൻറ് സെക്ടറിൽപ്പെട്ട ഒരു സ്കൂൾ എന്ന നിലയിൽ വലിയ താല്പര്യം നമ്മളോട് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് നിലവിൽ സെബാസ്റ്റ്യൻ പോൾ MP നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ മുകളിൽ 3 ക്ലാസ് റൂം, സ്മാർട്ട് ക്ലാസ് റൂം അടക്കം 3 ക്ലാസ് റൂമുകളും അതിൻ്റെ മുകളിൽ ഒരു ഓപ്പൺ എയർ സ്റ്റേജ് ഓഡിറ്റോറിയം ആയി രൂപപ്പെടുത്തി അദ്ദേഹം നിർമ്മിച്ചു തന്നിട്ടുണ്ട്. ചുരുങ്ങിയ കാലയളവിൽ തന്നെ നിർമ്മിച്ചു തന്നിട്ടുണ്ട്. ഒപ്പം ഹയർ സെക്കൻഡറി ഓഫീസും സ്റ്റാഫ് റൂമും വർക്ക് ചെയ്യുന്നതിന് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് കൂടി 2 റൂമുള്ള സ്റ്റാഫ് റൂമിനും ഓഫീസിനും വേണ്ടി നമ്മുടെയും പൂർവ്വ വിദ്യാർത്ഥി കാലം അനുസ്മരിച്ചു പോവുകയാണ്. അസൂയയോടുകൂടി നിങ്ങളെ വീക്ഷിക്കുന്നു. കാരണം ഇതുപോലുള്ള അവസരങ്ങൾ അന്നൊന്നുമില്ല. ഇന്ന് കിട്ടുന്ന ഈ മികവിൻ്റെ അവസരങ്ങളും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ നമ്മുടെ ജനപ്രതിനിധി ശ്രീ ഹൈബി ഈഡൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംരംഭവുമെല്ലാം ഓർക്കുമ്പോൾ
നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും A+ വിജയം നേടി വന്നിരിക്കുന്നു. ഇപ്പോൾ മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ മാർക്കിൽ നിന്നും നിങ്ങൾ UN വിഭാവനം ചെയ്യുന്ന പോലെ ലേൺ ടു ലേൺ, ലേൺ ടു ലിവ് ടുഗദർ, ലേൺ ടു ബി. നമുക്ക് സ്വയം ആകുവാൻ, സ്വയം കണ്ടെത്തുവാൻ, പരസ്പരം സഹകരണത്തോടു കൂടി ജീവിക്കുവാൻ, പഠിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങളുടെ ഈ വിജയം നിങ്ങളെ സഹായിക്കട്ടെ. ഈ അവാർഡ് നിങ്ങളിന്ന് ഏറ്റുവാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ മാത്രമല്ല ആദരിക്കപ്പെടുന്നത്. നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് ഏറെ സഹായകരമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും നിങ്ങളുടെ അക്കാദമിക് വഴികളിൽ നിങ്ങൾക്ക് വഴികാട്ടികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളെ കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ആദരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വലിയ വിദ്യാഭ്യാസ നേട്ടങ്ങൾക്ക് അവർ കൂടി നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഏറ്റവും നിർണായകമായ ജീവിതത്തിൻ്റെ വഴിത്തിരിവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിദ്യാഭ്യാസ രംഗം മാത്രമല്ല, കലാകായിക രംഗങ്ങളിൽ നിങ്ങളുടെ സർഗാത്മക വാസനകൾ വരച്ചെടുക്കുന്നതിൽ ഒരു വലിയ പങ്ക് ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. അതിന് താല്പര്യമുള്ള കുട്ടികൾ അതിന് തയ്യാറാകേണ്ടതുണ്ട്. എന്നാൽ അവിടെയെല്ലാം ഇന്നത്തെ തലമുറയെ യഥാർത്ഥത്തിൽ പിടിച്ചുലയ്ക്കുന്ന വലിയ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് ഈ MLA അവാർഡ് 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങളൊരു പുതിയ സന്ദേശവും കൂടി പുതിയ തലമുറയ്ക്ക്, ചെറുപ്പക്കാർക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. അത് ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ, പ്രത്യേകിച്ച് കൊച്ചിയിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന വലിയ മയക്കുമരുന്നിൻ്റെ, മോസ്റ്റ് മോഡേൺ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ യൂസേജ് അത് നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ സ്കൂളുകളിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിലുള്ള ലഹരി ജീവിതമാണ് എന്ന തിരിച്ചറിവിലൂടെ ജീവിതമാണ് ലഹരി എന്ന ഒരു പുതുപുത്തൻ ക്യാമ്പയിൻ, ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ ഞങ്ങൾ ലോഞ്ച് ചെയ്യുകയാണ്. അതിനുകൂടി നിങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ഏതൊരു സാധാരണക്കാരനും ഇന്ന് ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം തൻ്റെ മക്കൾക്ക് നൽകുക എന്നുള്ളതാണ്. അതിന് പണം പലപ്പോഴും അവരൊരു മാനദണ്ഡമായി സ്വീകരിക്കാറില്ല. എത്ര സാധാരണക്കാരനാണെങ്കിലും സാധാരണ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അവർക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ തൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കണമെന്നുള്ള വലിയ ഒരു സങ്കല്പത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ തലമുറ തീർച്ചയായിട്ടും ഏറെ പ്രതീക്ഷകളോടുകൂടിയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ നോക്കിക്കാണുന്നത്, നിങ്ങളുടെ അക്കാഡമിക് രംഗത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഈ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കേണ്ടതുണ്ട്. പുതിയ സാങ്കേതിക വിദ്യയുടെ മികവ് കൈവരിക്കേണ്ടതുണ്ട്. ഒരു പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ മുന്നേറുമ്പോൾ അവിടെയെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വിശാലമായ നോളജ് ഈസ് ഗ്ലോബലി ആക്സസബിൾ എന്ന നല്ല കാഴ്ചപ്പാടോടുകൂടി, നല്ല ചിന്തയോടുകൂടി, നല്ല പ്രവർത്തനങ്ങളുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതിന് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്.